നമസ്തേ. നമ്മൾ ഇന്ന് വൻമരങ്ങൾ വീഴുമ്പോഴെന്ന് പറയുന്ന ഹിക്കിറ്റയിലെ രണ്ടാമത്തെ കഥ വൻമരങ്ങൾ വീഴുമ്പോഴെന്ന് പറയുന്ന കഥയാണ് വായിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതും നേരത്തെ നമ്മൾ ഫുട്ബോളിൻ്റെ ചരിത്രവും രാഷ്ട്രീയവും അടയാളപ്പെടുത്തിയ കഥ ഹിക്കിറ്റ വായിച്ചതുപോലെ തന്നെ ഇതും ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്ര സംഭവത്തെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ സംഭവത്തെ ആധാരമാക്കി രചിച്ചിട്ടുള്ള കഥയാണ് വൻമരങ്ങൾ വീഴുമ്പോഴെന്ന് പറയുന്നത്. ആ പേര് നിങ്ങൾക്കറിയാം. ഇന്ദിരാഗാന്ധിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് രാജീവ് ഗാന്ധി നടത്തിയൊരു പ്രസ്താവനയാണ് വൻമരങ്ങൾ വീഴുമ്പോൾ പുൽനാമ്പുകൾക്ക് എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന പ്രസ്താവന. അപ്പോൾ ആ പ്രസ്താവനയിലെ ആദ്യത്തെ ഭാഗമാണ് ഈ കഥയുടെ പേരായിട്ട് NS മാധവൻ സ്വീകരിച്ചിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരു കന്യാസ്ത്രീ മഠമാണ്. പിന്നെ ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്ന് വരുന്ന രാഷ്ട്രീയ സംഭവങ്ങളെയാണ് ഇവിടെ അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ അന്ന് നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഈ പറയുന്നത്. ആ പ്രശ്നങ്ങൾ എങ്ങനെയാണ് നിരപരാധികളായ ആൾക്കാരുടെ മേലൊരു ശാപം പോലെ വന്ന് വീഴുന്നത് എന്നാണ്, അല്ലെങ്കിൽ ഒരു ഇടുത്തി പോലെ എങ്ങനെ അവരുടെ തലയിലേക്ക് വന്ന് വീണു എന്നാണ് പറയുന്നത്. രാഷ്ട്രീയം സാമാന്യ ജനത്തെ കൂടി അല്ലെങ്കിൽ സാധാരണക്കാരെ കൂടി എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത്, കലാപങ്ങൾ എങ്ങനെയാണ് നിസ്സഹായരായ സാധാരണക്കാരായ പാവപ്പെട്ട ഒരു തരത്തിലും മറ്റുള്ളവരെ ഉപദ്രവിക്കണമെന്ന് പോലും ആഗ്രഹിക്കാത്ത സാധാരണക്കാരെ പോലും കലാപങ്ങൾ എത്ര ഭീതിതമായ അനുഭവങ്ങളാണ് നിറയ്ക്കുന്നത് എന്നാണ് ഈ കഥ നമ്മളോട് പറയുന്നത്. വൻമരങ്ങൾ വീഴുമ്പോൾ മഠത്തിലെ രേഖകൾ പരിശോധിക്കുമ്പോഴെല്ലാം ഒരു കാര്യം എന്നെ അത്ഭുതപ്പെടുത്താറുണ്ട്. നവംബർ ഡിസംബർ മാസങ്ങളിലാണ് മരണങ്ങൾ ഇവിടെ കൂടുതലായി നടക്കാറുള്ളത്. ഈ തണുപ്പു മാസങ്ങളിൽ മഠത്തിലെ വൃദ്ധകളായ അന്തേവാസിനികളുടെ പഴകിയ ഹൃദയങ്ങൾ അവർക്ക് കൂടുതൽ ചൂട് നൽകുന്നതിന് പണിപ്പെടുന്നതിനിടയിൽ തളർന്ന് നിന്നു പോകുന്നതായിരിക്കാം. ഈ ഒക്ടോബറിൽ ഒരു മരണമേ നടന്നിട്ടുള്ളൂ, സിസ്റ്റർ ഫിലോമിനയുടെ. പ്രാതലിന് ഫിലോമിനാമ്മയെ കാണാഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഫിലോമിനാമ്മയ്ക്ക് എന്തു പറ്റി? തീന്മേശയിൽ നിന്ന് വീൽചെയർ കൈകൊണ്ടുരുട്ടി സിസ്റ്റർ കത്രീന മേൽവശം കൂർത്ത ഗോഥിക് ജനാലയുടെ മുന്നിൽ ചെന്നിരുന്നു. സിസ്റ്റർ മാർഗരറ്റയുടെ കൈവിരലുകളിലെ ജപമാലയുടെ ഭ്രമണം കൂടുതൽ വേഗത്തിലായി. സിസ്റ്റർ മാർത്ത തല കുമ്പിട്ടിരുന്ന ഗ്ലാസ്സിലെ പാല് തുള്ളി തുള്ളിയായി ശ്രദ്ധയോടെ കുടിച്ചു. 2 നിരകളായി കട്ടിലുകൾ ഇട്ടിട്ട് കന്യാസ്ത്രീകൾ കിടക്കുന്ന ആ നീണ്ട ഹാളിൽ പോയി ഫിലോമിനാമ്മയെ നോക്കേണ്ട ആവശ്യം എനിക്കില്ലായിരുന്നു. ബിഷപ്പ് ഹൗസിലെ തോമാച്ചനോട് ഉടനെ വരുവാൻ ഞാൻ ഫോൺ ചെയ്തു പറഞ്ഞു. 1984 ഒക്ടോബർ 31 ഞാൻ ശരിക്കും ഓർക്കുന്നു. അന്ന് കാലത്ത് ഞാൻ മീററ്റ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. പുതുതായി മഠത്തിൽ താമസിക്കുവാൻ ഒറീസയിൽ നിന്ന് ഒരു കന്യാസ്ത്രീ എത്തുന്നുണ്ടായിരുന്നു. ഞാൻ സ്റ്റേഷനിലെത്തിയപ്പോഴേക്കും വണ്ടി വന്നു കഴിഞ്ഞിരുന്നു. ചെറുപ്പക്കാരിയായ ഒരു കന്യാസ്ത്രീയും മുഖത്ത് തരിതരിയായി ചുളിവ് വീണ വൃദ്ധയായ മറ്റൊരു കന്യാസ്ത്രീയും എന്നെ കണ്ടപ്പോൾ മുന്നോട്ട് വന്നു. സിസ്റ്റർ മലയാളിയാണോ? കണ്ട ഉടൻ വയസ്സായ കന്യാസ്ത്രീ ചോദിച്ചു. അതെ. എവിടെയാ വീട്? വാരാപ്പുഴ, എറണാകുളത്തിൻ്റെ അടുത്ത്. അമ്മ എവിടുത്തേതാ? വടക്ക, തിരുവമ്പാടി. അപ്പൻ കുടിയേറ്റക്കാരനാ. ചെറുപ്പക്കാരിയായ കന്യാസ്ത്രീ ഒറീസയിൽ നിന്ന് തന്നെയായിരുന്നു. അവർക്ക് പിറ്റേ ദിവസം തിരിച്ചു പോകണം. സിസ്റ്റർ ആഞ്ചലിക്ക, അതായിരുന്നു വയസ്സായ കന്യാസ്ത്രീയുടെ പേര്. പ്രമേഹമുണ്ടെന്നും മധുരം കൊടുക്കരുതെന്നും അവർ പറഞ്ഞു. ഞാൻ ഒറീസയിൽ തന്നെയായിരുന്നു, സിസ്റ്റർ ആഞ്ചലിക്ക പറഞ്ഞു. കട്ടക്ക്, റൗഡ്കല, കാലഹന്തി, ഒടുവിൽ ഭുവനേശ്വർ. പഠിപ്പിക്കുകയായിരുന്നു, കണക്കും സയൻസും. അവസാനം മീററ്റിലേക്ക്. എല്ലാം അവസാനിക്കുന്നത് മീററ്റിൽ വെച്ചാണല്ലോ. മഠത്തിലേക്കുള്ള വഴിയിൽ കുരിശുകൾ സമർത്ഥമായി വളർന്ന സെമിത്തേരി. അവർ തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു, കഴിഞ്ഞ വർഷം കാലം ചെയ്ത ബിഷപ്പാണ് സഭയിലെ വയസ്സായ കന്യാസ്ത്രീകൾക്ക് വേണ്ടി മഠം സ്ഥാപിച്ചത്. മഠമുണ്ടാകുന്നതിന് മുമ്പ് കന്യാസ്ത്രീകൾ അവരവർ താമസിച്ചിരുന്നിടത്ത് തന്നെയാണ് വയസ്സുകാലം പിന്നിട്ടിരുന്നത്. അവർക്ക് വേണ്ടത്ര പരിചരണം കിട്ടുന്നില്ല എന്നൊരഭിപ്രായം കൂടെ കൂടെ ബിഷപ്പുമാരുടെ യോഗത്തിൽ പൊന്തി വന്നുകൊണ്ടിരുന്നു. ജർമ്മനിയിൽ നിന്ന് ഞാൻ നേഴ്സിംഗിൽ ഉപരിപഠനം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ അന്നത്തെ മീററ്റിലെ ബിഷപ്പ് എന്നെ വിളിപ്പിച്ചു. നീ സഭയുടെ കൊച്ചാണ്. ചങ്ങനാശ്ശേരിക്കാരനായ ബിഷപ്പിന് ഞാൻ അനാഥാലയത്തിൽ വളർന്നതും ചെറുപ്പത്തിൽ തന്നെ എനിക്ക് ദൈവവിളി കിട്ടിയതും സഭ തന്നെ എന്നെ ജർമ്മനിയിലേക്ക് അയച്ചു പഠിപ്പിച്ചതും എല്ലാം അറിയാമായിരുന്നു. നിന്നെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാൻ മഠത്തിനെക്കുറിച്ച് ആലോചിച്ചത് തന്നെ. ദൈവവേല ചെയ്യുവാൻ കഴിവില്ലാത്ത നമ്മുടെ സഭയിലെ വയസ്സായ കന്യാസ്ത്രീകൾക്ക് ഒരു അവസാനത്തെ താവളം, അത് നീ നടത്തണം. അന്ന് രാത്രി ഞാൻ ഉറങ്ങിയില്ല.
കുട്ടിക്കാലം മുതൽ ഇത്തരം ഘട്ടങ്ങളിൽ എൻ്റെ ഇടനിലക്കാരൻ മാലാഖമാരുടെ മാലാഖയായ ഗബ്രിയേൽ മാലാഖയായിരുന്നു. കുറേ നേരം ഞാൻ പ്രാർത്ഥിച്ചു. അവസാനം എൻ്റെ പിറകിൽ ഞാൻ ചിറകടി ശബ്ദം കേട്ടു. ദൈവദൂതൻ എത്തിയിരിക്കുന്നു. ദൈവത്തിനോട് അടുപ്പമുള്ളവനെ, പത്രോസ് എന്ന പാറയിൽ കർത്താവ് തിരുസഭ സ്ഥാപിച്ചു. ഞാനെന്ന വെള്ളാരങ്കല്ലിൽ ഈ മഠം നിലനിൽക്കുമോ? സിസ്റ്റർ അഗത, എൻ്റെ മനസ്സ് തന്നെ ഗബ്രിയേൽ മാലാഖയുടെ സ്വരത്തിൽ പറഞ്ഞു, നിനക്ക് ഭൂമിയുടെ ഉപ്പാകുവാൻ സർവശക്തൻ തരുന്ന ഒരു അവസരമാണത്. ഉപ്പേ ഉപ്പേ, കാരമില്ലാത്ത ഉപ്പേ, ഞാൻ കിടക്കയിൽ മുഖമടിച്ച് കരഞ്ഞു. മഠത്തിലെ ആദ്യത്തെ അന്തേവാസികളുടെ കൂട്ടത്തിൽ ഇപ്പോൾ സിസ്റ്റർ കരുണ മാത്രമേ ജീവിച്ചിരിക്കുന്നുള്ളൂ. സ്പെയിൻകാരിയായ സിസ്റ്റർ കരുണ ബീഹാറിൽ അഗതികളായ പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു പരിശീലന കേന്ദ്രം നടത്തിയിരുന്നു. അവർ മഠത്തിൽ ഒരു വലിയ പിയാനോയുമായിട്ടാണ് താമസിക്കാനെത്തിയത്. അപ്പോൾ സിസ്റ്റർ അഗതയുടെ വാക്കുകളിലൂടെയാണ് നമ്മൾ ഈ കഥ കേൾക്കുന്നത് കേട്ടോ. സിസ്റ്റർ അഗതയാണ് കഥ പറച്ചിലുകാരി. സിസ്റ്റർ അഗത മേൽനോട്ടം വഹിക്കുന്ന ഒരു കന്യാസ്ത്രീ മഠത്തിലെ ഒന്നും ചെയ്യാൻ വയ്യാത്ത അല്ലെങ്കിൽ വൃദ്ധകളായ മരണത്തെ മാത്രം പ്രതീക്ഷിച്ചിരിക്കുന്ന കുറച്ചമ്മമാർ, അവരെ സംരക്ഷിക്കുകയാണ് അവരുടെ ജോലി. അപ്പോൾ ഇവിടെ എടുത്തു പറയുന്നുണ്ട്, 1984 ഒക്ടോബർ 31 രാവിലെയാണ് അവർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒറീസയിൽ നിന്നെത്തിയ ചെറുപ്പക്കാരിയായ കന്യാസ്ത്രീയെയും സിസ്റ്റർ ആഞ്ചലിക്കയും ഈ മഠത്തിലേക്ക് കൊണ്ടുവന്നത്. സിസ്റ്റർ ആഞ്ചലിക്ക പറയുന്നുണ്ട്, എല്ലാം അവസാനിക്കുന്നത് ഇവിടെ വെച്ചാണല്ലോ, ഈ മീററ്റിൽ വെച്ച് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒറീസയിൽ നിന്നെത്തിയ സിസ്റ്റർ ആഞ്ചലിക്കയ്ക്ക് കിടക്കയും മറ്റും ശരിയാക്കി കഴിഞ്ഞപ്പോൾ മണി 11:30 കഴിഞ്ഞു. അപ്പോഴാണ് ബിഷപ്പ് ഹൗസിൽ നിന്ന് തോമാച്ചൻ്റെ ഫോൺ വന്നത്. അറിഞ്ഞോ, ഇന്ദിരാഗാന്ധിയെ വെടിവെച്ചു എന്ന്. കർത്താവെ, ഞാൻ സ്തബ്ധയായി. മരിച്ചു എന്നാണ് എല്ലാവരും പറയുന്നത്. റേഡിയോ പഴുക്കേറ്റു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഈശോ, സിസ്റ്റർ ആഞ്ചലിക്ക് വിവരം അറിഞ്ഞപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ഒറീസയിൽ നിന്ന് പുറപ്പെടുന്ന ദിവസം ആ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഇളം പച്ച നിറത്തിലുള്ള സൂപ്പ് കോരി വായിൽ വെച്ച് കൊടുക്കുന്നതിനിടയിൽ ഞാൻ സിസ്റ്റർ ഡേവിസിനോട് പറഞ്ഞു, ഇന്ദിരാഗാന്ധിക്ക് വെടിയേറ്റു. സിസ്റ്റർ ഡേവിസിൻ്റെ മനസ്സ് ഒരു കിളിയെപ്പോലെ പറന്നു പോയിട്ട് വർഷങ്ങൾ 1-2 കഴിഞ്ഞിരുന്നു. സൂപ്പിനായി അവർ വീണ്ടും വായ് പൊളിച്ചതല്ലാതെ മറ്റൊന്നും പറഞ്ഞില്ല. വാർത്ത കേട്ട ഉടനെ സ്പെയിൻകാരിയായ സിസ്റ്റർ കരുണ പിയാനോയുടെ മുമ്പിൽ ചെന്നിരുന്നു. അതിൻ്റെ തുറന്നു വെച്ച അടപ്പ് ഒരു മരത്തിനെ പോലെ അവർക്ക് അഭയം നൽകിയിരുന്നു. പാട്ടുപുസ്തകങ്ങൾ മറിച്ചു നോക്കിക്കൊണ്ടിരുന്ന അവർ പിയാനോ വായിച്ചില്ല. 2 മണിക്ക് പിന്നെയും ബിഷപ്പ് ഹൗസിൽ നിന്ന് തോമസ് അച്ചൻ വിളിച്ചു. റേഡിയോ ഓസ്ട്രേലിയ പറഞ്ഞു ഇന്ദിരാഗാന്ധി മരിച്ചുവെന്ന്. ദില്ലിയിലെ ചില പത്രങ്ങളും ഒറ്റ പേജുള്ള എഡീഷനുകൾ ഇറക്കിയിട്ടുണ്ട്. ARO ഞാൻ ചോദിച്ചു. പരിക്കേറ്റെന്ന് മാത്രമേ ഇപ്പോഴും പറയുന്നുള്ളൂ. TV അത്ര തന്നെ. ഫോൺ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ വരാന്തയിൽ വീൽ ചെയറിലിരുന്ന പ്രാർത്ഥനാ പുസ്തകം വായിക്കുന്ന സിസ്റ്റർ കത്രീനയെയാണ് ഞാൻ ആദ്യം കണ്ടത്. ഞാൻ അവരോട് മലയാളത്തിൽ പറഞ്ഞു, അറിഞ്ഞോ, ഇന്ദിരാഗാന്ധിയെ വെടിവെച്ചു കൊന്നു എന്ന് തോമസ് അച്ചൻ്റെ ഫോൺ വന്നു. ഫിലോമിനാമ്മ മരിച്ചതിന് ശേഷം സിസ്റ്റർ കത്രീന സംസാരിക്കുന്നത് മിക്കവാറും നിർത്തിയിരുന്നു. അവർ 2 പേരും ഒരുമിച്ചാണ് ദില്ലിയിൽ നിന്ന് മഠത്തിലേക്ക് വന്നത്. കത്രീനാമ്മ മുഖമുയർത്തി എന്തോ ചോദിക്കുവാൻ ഒരുമ്പെട്ടു. വാക്കുകൾ നിർമ്മിക്കുവാനുള്ള ക്ലേശത്തിൽ അവർ നിശബ്ദയായി. വീൽ ചെയർ ഉരുട്ടി മഠത്തിൻ്റെ ഉള്ളിലേക്ക് അവർ പോയി. വീൽ ചെയറിൻ്റെ ചക്രങ്ങൾ എണ്ണയിടണമെന്ന് മനസ്സിൽ ഞാൻ കുറിച്ചു. ആപ്പീസ് മുറിയിൽ ചെന്നപ്പോൾ സിസ്റ്റർ മാർഗരറ്റ തുറന്ന അലമാരിയുടെ മുന്നിൽ പരിങ്ങി നിൽക്കുന്നത് ഞാൻ കണ്ടു. സിസ്റ്റർ, ഞാൻ ശാസിക്കുന്ന സ്വരത്തിൽ വിളിച്ചു. എന്തെടുക്കുകയാ? ഒന്നുമില്ല. കള്ളം. ഗുളികകൾ തപ്പുകയല്ലേ വലിച്ചെറിഞ്ഞു കളയുവാൻ? രക്തസമ്മർദ്ദത്തിന് 3 നേരം കഴിക്കേണ്ട ഗുളികകൾ സിസ്റ്റർ മാർഗരറ്റ വലിച്ചെറിഞ്ഞു കളയുന്നുവെന്ന് കണ്ടുപിടിച്ചത് തോട്ടക്കാരനായിരുന്നു. ക്രീസന്ത മരങ്ങളുടെയും ഡാലിയകളുടെയും ദളങ്ങൾക്കിടയിൽ ചുമപ്പും നീലയും നിറമുള്ള ഗുളികകൾ കുരുങ്ങിക്കിടക്കുന്നത് കണ്ടപ്പോൾ അയാൾ അത്ഭുതപ്പെട്ടു. പെറുക്കിയെടുത്ത് എന്നെ കാണിച്ചപ്പോൾ അവർ സിസ്റ്റർ മാർഗരറ്റയുടെ ഗുളികകളാണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. അന്നു മുതൽ എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ അവരെ കൊണ്ട് മരുന്ന് കഴിപ്പിച്ചു. പെട്ടെന്ന് സിസ്റ്റർ മാർത്ത ആപ്പീസ് മുറിയിലേക്ക് കയറി വന്നു. അവരുടെ ചൊടി കാണുമ്പോഴെല്ലാം മീററ്റിൽ അവരെത്തിയത് കുറച്ച് നേരത്തെ ആയിപ്പോയില്ലേ എന്നെനിക്ക് തോന്നിയിരുന്നു. കേട്ടത് ശരിയാണോ? അയ്യോ കഷ്ടം. ഇന്ദിരാഗാന്ധി ഇൻഡോറിൽ ഞാൻ പഠിപ്പിച്ചിരുന്ന സ്കൂളിൻ്റെ മൈതാനത്തിൽ ഒരിക്കൽ പ്രസംഗിക്കുവാൻ വന്നിട്ടുണ്ട്. അവർക്ക് കിട്ടിയ മാലകളും ചെണ്ടുകളും കുട്ടികൾക്ക് എറിഞ്ഞു കൊടുത്തു.
അതവരുടെ പതിവാണത്രേ. ചെരുപ്പിടാത്ത ആദിവാസി കുട്ടികൾ കാട്ടുമൃഗങ്ങളുടെ തഞ്ചത്തിൽ ഓടി നടന്നവ പിടിച്ചു. ഇന്ദിരയ്ക്ക് ആവേശം കയറി. ചെണ്ടുകളിൽ നിന്ന് പൂക്കൾ പൊട്ടിച്ചെടുത്ത് അവർ എറിയുവാൻ തുടങ്ങി. പക്ഷെ കുട്ടികൾ വിടുമോ? ഒറ്റ എണ്ണം നിലത്ത് വീഴാൻ അവർ സമ്മതിച്ചില്ല. സന്ധ്യയ്ക്ക് ടി വിയിൽ ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടു എന്ന വാർത്ത ആദ്യമായി വന്നു. അന്ന് അത്താഴത്തിന് വളരെ കുറച്ച് പേർ മാത്രമേ ഊണുമുറിയിൽ വന്നുള്ളൂ. സിസ്റ്റർ കരുണ കുറേ നേരം പിയാനോ വായിച്ചിരുന്നു. 96 വയസ്സുള്ള സിസ്റ്റർ മേരി സാധാരണയായി കട്ടിലിൽ ഇരുന്നു കൊണ്ടാണ് ഭക്ഷണം കഴിച്ചിരുന്നതെങ്കിലും അന്ന് വടി കുത്തിപ്പിടിച്ച് ഊണുമുറിയിലെത്തി. എല്ലാവരുടെയും കൂടെ ഇരിക്കാനാ, ഒത്തിരി നാളായി, അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ചിന്നൻ ബാധിച്ചിരുന്ന സിസ്റ്റർ ഡേവിസ് വെറുപെറുക്കാതെ ടി വിയിലേക്ക് തുറച്ചു നോക്കിയിരുന്നു. സിസ്റ്റർ കത്രീന വീൽ ചെയർ ഉരുട്ടി ടി വിയിൽ നിന്ന് അകലങ്ങളിലേക്ക് നീങ്ങി. സിസ്റ്റർ മാർത്ത കരയുന്നുണ്ടായിരുന്നു. ആ പൂച്ചെണ്ടുകൾ കൊണ്ടുള്ള വോളിബോൾ കളി എനിക്ക് മറക്കുവാൻ വയ്യ. റൂം ഹീറ്ററുകളുടെ ചുവന്ന വെളിച്ചത്തിൽ കന്യാസ്ത്രീകൾ ഉറങ്ങുവാൻ കിടന്നു. 1-ാം നിലയിലുള്ള എൻ്റെ മുറിയിൽ ചെന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ വിളക്കണച്ചു. കമ്പിളിപ്പുതപ്പിൻ്റെ ഉള്ളിൽ ഞാൻ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഈ വിറ നവംബർ മാസത്തിൻ്റെ തണുപ്പ് കൊണ്ടല്ല, ഇത് രാജ്യത്തിന് മുഴുവൻ ബാധിച്ച പനിക്കോളിൽ നിന്ന് എനിക്ക് കിട്ടിയ വിഹിതമാണ്. ഈ വിറ നവംബറിൻ്റെ തണുപ്പ് കൊണ്ടല്ല, ഇത് രാജ്യത്തിന് മുഴുവൻ ബാധിച്ച പനിക്കോളിൽ നിന്ന് എനിക്ക് കിട്ടിയ വിഹിതമാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ വാതിലിൽ ആരോ മുട്ടുന്ന ശബ്ദം കേട്ടു. വാതിൽ തുറന്നപ്പോൾ സിസ്റ്റർ ആഞ്ചലിക്ക കൂട്ടിക്കൊണ്ടുവന്ന സിസ്റ്റർ സിസിലി നിൽക്കുന്നത് കണ്ടു. സിസ്റ്റർ അഗത, അവർ പറഞ്ഞു. എനിക്ക് പേടിയാകുന്നു. ഞാൻ അവരുടെ പിന്നിലെ കോട വീണ രാത്രിയിലേക്ക് നോക്കി. അത് ലോകാരംഭത്തിൽ അപ്പോൾ സൃഷ്ടിക്കപ്പെട്ട കടൽ പോലെ കിടന്നു. തൊണ്ട കീറി ദൈവം അതിന് ശബ്ദം കൊടുക്കുവാനിരിക്കുന്നതേയുള്ളൂ. സിസ്റ്റർ ഈ മുറിയിൽ കിടന്നോളൂ, ഞാൻ പറഞ്ഞു. പിറ്റേന്ന് കാലത്ത് ബിഷപ്പ് ഹൗസിൽ നിന്ന് തോമസ് അച്ഛൻ ഫോൺ ചെയ്തു. ബഹളം തുടങ്ങിയിരിക്കുന്നു. സർദാർജിമാരെ കൂട്ടത്തോടെ കൊല്ലുന്നു. വാതിലുകൾ ശരിക്കും അടച്ച് താഴെണ്ണ. ഒറീസയിൽ നിന്ന് വന്ന സിസ്റ്റർ ഇപ്പോൾ തിരിച്ചു പോകണ്ട. മേൽവശം കൂർത്ത ഗോഥിക് വാതിലുകളും ജനലുകളും അടച്ചു. ഒരു റൂം ഹീറ്ററിൻ്റെ ചുറ്റും സിസ്റ്റർ സിസിലിയും സിസ്റ്റർ ആഞ്ചലിക്കയും സിസ്റ്റർ കത്രീനയും കൈ ചൂടാക്കിക്കൊണ്ടേയിരുന്നു. 96 വയസ്സുള്ള സിസ്റ്റർ മേരി ചൂടുവെള്ളം നിറച്ച ബാഗ് കെട്ടിപ്പിടിച്ച് കിടന്നു. അവരെല്ലാം ഇടയ്ക്കിടെ ആശുപത്രി മുറിയിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു. അവിടുന്ന് സിസ്റ്റർ വിൽഫ്രഡിൻ്റെ വലിവ് കേൾക്കാമായിരുന്നു. വലിവിൻ്റെ ശബ്ദം കൂടിയപ്പോൾ ഞാൻ എഴുന്നേറ്റ് ചെന്ന് സിസ്റ്റർ വിൽഫ്രഡിന് ഓക്സിജൻ കൊടുത്തു. പുറത്ത് വെടിയൊച്ചകൾ കേൾക്കുവാൻ തുടങ്ങി. 1-ാം നിലയിലുള്ള എൻ്റെ മുറിയുടെ ജനാലയിൽ നിന്ന് ഞാൻ പട്ടണത്തെ നോക്കിയപ്പോൾ പല ഭാഗങ്ങളിൽ പുകയുടെ വൃക്ഷങ്ങൾ വിറങ്ങലിച്ച് നിൽക്കുന്നത് കണ്ടു. വൈകുന്നേരമായപ്പോഴേക്കും പുകയുടെ ഒറ്റ മരങ്ങൾ ഒരു മഹാവിപിനമായി മാറി. കാവൽക്കാരൻ ഗൂർഖ മഠത്തിൻ്റെ ഇരുമ്പു ഗേറ്റുകൾ ചങ്ങലയിട്ട് പൂട്ടി അകത്തിരുന്നു. അയാൾ തുടർച്ചയായി വിവരങ്ങൾ തന്നുകൊണ്ടിരുന്നു. ക്ലോക്ക് ടവറിലെ ചൗക്കിലെ സർദാർജിമാരുടെ കടകൾ അപ്പാടെ നശിച്ചു. മെയിൻ റോഡിൽ സർദാർജിമാരുടെ ടാക്സികൾ ബഹളക്കാർ മറിച്ചിട്ട് തീവെച്ചു. സദർ ബസാറിലേക്ക് പോകുന്ന വഴിയിൽ സർദാർജിമാരുടെ ശവശരീരങ്ങൾ കാണാം. രാത്രി മുഴുവൻ വെടിയൊച്ച കേൾക്കാമായിരുന്നു. ദൂരെയുള്ള മഹാനഗരങ്ങൾക്കുമേൽ വെളിച്ചം പൊരുന്നയിരിക്കുന്നത് പോലെ തീ കത്തുന്നതിൻ്റെ ചെമപ്പ് ചക്രവാളങ്ങളിൽ കാണാമായിരുന്നു. നവംബർ 2-ാം തീയതി വെടിയൊച്ച കൂടിയതേയുള്ളൂ. അന്തേവാസിനികൾ നീണ്ട ഹാളിൽ തന്നെ കഴിച്ചുകൂട്ടി. മനസ്സ് നഷ്ടപ്പെട്ട സിസ്റ്റർ ഡേവിസിൻ്റെ മുഖത്ത് പോലും ഭയം പരന്നിരുന്നു. ഉണ്ടോ, കലാപം എങ്ങനെയാണ് ആൾക്കാരെ സ്വാധീനിക്കുന്നത്? മനസ്സ് നഷ്ടപ്പെട്ട സിസ്റ്റർ ഡേവിസിൻ്റെ മുഖത്ത് പോലും ഭയം പരന്നിരുന്നു. 3-ാം തീയതി ടെലിവിഷനിൽ ഇന്ദിരാഗാന്ധിയുടെ അന്ത്യയാത്ര ഞങ്ങൾ കണ്ടു. ഒറീസയിൽ നിന്ന് വന്ന സിസ്റ്റർ സിസിലി ടെലിവിഷനിൽ കാണുന്ന കാര്യങ്ങൾ കണ്ണ് ശരിക്കും കാണാത്ത 96 വയസ്സുള്ള സിസ്റ്റർ മേരിക്ക് വിവരിച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു. ആൾക്കൂട്ടം കുറവാണ്, സിസ്റ്റർ ആഞ്ചലിക്ക പറഞ്ഞു. ബഹളം കാരണം പേടിച്ചാരും പുറത്തു വരുന്നില്ലായിരിക്കും. നെഹ്റുവിൻ്റെ അന്ത്യയാത്ര കാണണമായിരുന്നു. ഞാനന്ന് ദില്ലിയിലായിരുന്നു. സിസ്റ്റർ സിസിലിയുടെ TV കണ്ടുകൊണ്ടുള്ള വിവരണം തുടർന്നു. സിസ്റ്റർ മേരിക്ക് പുറമെ സിസ്റ്റർ മാർത്തയും സിസ്റ്റർ മാർഗരറ്റിൻ്റെയും സിസ്റ്റർ സിസിലിയുടെയും ചുറ്റുമിരുന്നു. ഇപ്പോൾ ദില്ലിയിലെ വിജയ് ചൗക്കിലൂടെ ഇന്ദിരാഗാന്ധിയുടെ അന്ത്യയാത്ര നീങ്ങുകയാണ്. അത് തന്നെ TV-യിൽ ദ്വിമാനമായി ആവർത്തിക്കുന്നു. TV-യിലെ അതേ ചിത്രങ്ങൾ സിസ്റ്റർ സിസിലിയുടെ വാക്കുകളായി മാറുന്നു.
ഒരേ ദുരന്തം 3 തട്ടുകളിലാടുന്നത് എനിക്ക് അധിക നേരം സഹിച്ചിരിക്കുവാൻ കഴിഞ്ഞില്ല. ഒരേ ദുരന്തം 3 തട്ടുകളിലാടുന്നത് എനിക്ക് അധിക നേരം സഹിച്ചിരിക്കുവാൻ കഴിഞ്ഞില്ല. എൻ്റെ കുടലിൻ്റെ പേശികൾ വലിഞ്ഞു. ഞാൻ വാഷ് ബേസിൽ കുനിഞ്ഞിരുന്ന് ഛർദ്ദിച്ചു. ജീവിതത്തിൽ ആദ്യമായി ചരിത്രം എന്നെ ശാരീരികമായി ബാധിച്ചു. പിറ്റേന്ന് നവംബർ 4 കർഫ്യൂ പ്രഖ്യാപിച്ചു. അന്ന് അന്തേവാസികൾ കിടക്കയിൽ തന്നെ കിടന്നു. അവർക്ക് ഭക്ഷണം ഞാനും ഒറീസയിൽ നിന്ന് വന്ന സിസ്റ്റർ സിസിലിയും കട്ടിലുകളിലെത്തിച്ചു. രാത്രി സിസ്റ്റർ കത്രീന വീൽ ചെയർ ഉരുട്ടി എൻ്റെ അടുത്ത് വന്നു. എനിക്ക് പുറത്ത് വരാന്തയിലേക്ക് പോകണം. അവർ പറഞ്ഞു, പറ്റില്ല, വിളക്കുകൾ അണച്ചിരിക്കുകയല്ലേ, എനിക്ക് പുറത്തു പോകണം, പരവശം വരുന്നു. ശരി, ഞാനും കൂടി വരാം. വിജാഗിരികൾ കരയുന്ന ശബ്ദം കേട്ടിട്ടും അന്തേവാസികൾ തലപൊക്കി നോക്കിയില്ല. തുറന്ന വാതിലിലൂടെ പെട്ടെന്നടിച്ച കാറ്റിൻ്റെ മുനകൾ മുറിക്കകത്തെ അകിട് ചൂടിൽ തണുത്ത ദോരങ്ങളുണ്ടാക്കി. ഞാനൊന്ന് നടക്കുവാൻ പോകട്ടെ, സിസ്റ്റർ കത്രീന പറഞ്ഞു. കത്രീനാമ്മ വീൽ ചെയർ ഉരുട്ടി വരാന്തയുടെ മുഖത്തേക്ക് നീങ്ങി. പിന്നെ ഇങ്ങോട്ടും. ഞാൻ ഇരുട്ടിൽ മുഖം അമർത്തി നിന്നു. വരാന്തയുടെ മറ്റേ അറ്റത്തു നിന്നും കത്രീനാമ്മയുടെ പെട്ടെന്നുള്ള കരച്ചിൽ കേട്ടപ്പോൾ ഞാൻ ഞെട്ടി. അയ്യോ, കൊലയാളികൾ! വീൽ ചെയർ തീവണ്ടി ചക്രങ്ങളുടെ ശബ്ദത്തോടെ എൻ്റെ അടുത്തേക്ക് പാഞ്ഞു വന്നു. ഞാൻ അടുക്കളയിലേക്ക് ഓടി. അതിവേഗം സിസ്റ്റർ കത്രീനാമ്മ കിതയ്ക്കുന്നുണ്ടായിരുന്നു. കൊലയാളികൾ! ഇരുട്ടിൽ ഞാൻ അടുക്കളയിലേക്ക് ഓടി. അതിവേഗം സിസ്റ്റർ കരുണ പുറത്തു വന്നു. സിസ്റ്റർ കത്രീനയുടെ വീൽ ചെയർ ഉന്തി മുറിക്കകത്ത് കയറ്റി വാതിലടച്ചു. അടുക്കളയിൽ ഏറ്റവും മൂർച്ചയുള്ള കത്തി തിരഞ്ഞെടുത്ത് ഞാൻ ഉടുപ്പുകളുടെ ഉള്ളിൽ ഒളിപ്പിച്ചു. കലാപം നിസ്സഹായരായ കന്യാസ്ത്രീകളെ എങ്ങനെ ബാധിക്കുന്നെന്ന് കണ്ടു. ശാന്തശീലരായ സന്യാസിനിമാരെ. കന്യാസ്ത്രീകൾ നിശബ്ദരായിരുന്നു. ആശുപത്രി മുറിക്കകത്ത് സിസ്റ്റർ വിൽഫ്രഡ് കഴുത്തിലെ മാംസപേശികൾ ഉള്ളിലേക്ക് വലിച്ച് ഏങ്ങലിൻ്റെ ശബ്ദം കുറയ്ക്കുവാൻ പാടുപെട്ടു. അപ്പോൾ ആരോ വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടു. ഞാൻ കത്തി പുറത്തെടുത്തു. സിസ്റ്റർ കരുണയും സിസ്റ്റർ മാർത്തയും എന്നെ തൊട്ടുകൊണ്ടു നിന്നു. മുട്ടിൻ്റെ ശബ്ദം ഉറക്കെയായി. തുറക്കൂ, ദയവ് ചെയ്ത് തുറക്കൂ, ഒരു സ്ത്രീ ഹിന്ദിയിൽ പറയുന്നത് കേട്ടു. കൂട്ടത്തിൽ ഒരു കുട്ടിയുടെ കരച്ചിലും. മഠത്തിൻ്റെ പുറത്ത് മോട്ടോർ സൈക്കിളുകൾ ഇരമ്പി വന്ന് നിൽക്കുന്ന ശബ്ദം ഞങ്ങൾ കേട്ടു. അവ ഹെഡ്ലൈറ്റുകൾ മഠത്തിൻ്റെ ചുവരുകൾ സർക്കസുകാരുടെ സെർച്ച് ലൈറ്റുകൾ പോലെ ഓടി നടന്നു. തുറക്കൂ, അവരെന്നെ പിടിക്കുവാനാണ് വന്നിരിക്കുന്നത്, സ്ത്രീ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. വാതിൽ തുറന്നപ്പോൾ സാൽവാറും കമ്മീസും ഇട്ട് ദുപ്പട്ട കൊണ്ട് തലമൂടിയ ഒരു സ്ത്രീയും തലമുടി നിറകയിൽ ഒരു വെള്ള തൂവാല കൊണ്ട് കെട്ടിവെച്ചിരുന്ന ഒരു സിക്ക് കുട്ടിയും നിൽക്കുന്നത് കണ്ടു. എൻ്റെ ഭർത്താവിനെ അവർ കൊന്നു. ഇവൻ്റെ മൂത്തവൻ ബബ്ലുവിനെ അവർ കൊന്നു. എന്നെയും കൊല്ലുമെന്നാണ് അവർ പറയുന്നത്, ഇവനെയും. ഉന്മാദത്തിൻ്റെ ചുരങ്ങളിൽ യാത്ര ചെയ്തുകൊണ്ടവർ പറഞ്ഞു. മോട്ടോർ സൈക്കിളിൽ വന്നവർ മഠത്തിൻ്റെ പുറംഗേറ്റിൽ മുട്ടുവാൻ തുടങ്ങിയപ്പോൾ സിസ്റ്റർ കരുണ സ്ത്രീയെയും കുട്ടിയെയും അകത്താക്കി വാതിലടച്ചു. പുറത്ത് ഗൂർഖയോട് എന്തോ സംസാരിച്ചതിന് ശേഷം അവർ തിരിച്ചു പോകുന്നതുവരെ ആരുമൊന്നും സംസാരിച്ചില്ല. നിങ്ങൾ ആരാണ്? സിസ്റ്റർ മാർത്തയാണ് ഹിന്ദിയിൽ നിശബ്ദത ലംഘിച്ചത്. എൻ്റെ പേര് അമർജിത്ത്. ഞങ്ങൾ താമസിച്ചിരുന്ന കോളനിയിൽ പലരെയും അവർ കൊന്നു. ഹർമന്ദർ സാഹിബിൽ പട്ടാളം കയറിയതിൽ പ്രതിഷേധിച്ച് ഇത്തവണ ഞങ്ങളുടെ കോളനിയിലെ സിഖുകാർ ദീപാവലി ആഘോഷിച്ചില്ല. അതുകൊണ്ടായിരുന്നു അവർക്ക് ഞങ്ങളോട് അടങ്ങാത്ത അരിശം. സുവർണക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ. പോലീസുകാർ സഹായത്തിന് വന്നില്ലേ? ഞങ്ങളുടെ കോളനിയുടെ തൊട്ടു മുമ്പിലാണ് സ്റ്റേഷൻ. അവിടുത്തെ ഇൻചാർജിനെ കാണുവാൻ കോളനിക്കാർ പോയിരുന്നു. വേണ്ടത്ര ഫോഴ്സ് ഇല്ലാത്തതുകൊണ്ട് ഒന്നും ചെയ്യുവാൻ പറ്റില്ലെന്ന് അയാൾ പറഞ്ഞു. അയാൾക്കും ഞങ്ങളോട് വെറുപ്പായിരുന്നു. എന്നിട്ട് സിസ്റ്റർ മാർത്ത തന്നെ പിന്നെയും ചോദിച്ചു. ഞങ്ങൾ വീട് വിട്ട് ഗുരുദ്വാരയിലേക്ക് നീങ്ങി. നീല ഉടുപ്പും നീല തലപ്പാവിൽ ഇരുമ്പ് മുദ്രകളുമുള്ള നിഹാങ് സിഖുകാർ ഗുരുദ്വാരയ്ക്ക് ചുറ്റും കാവൽ നിന്നു. കഴുത്തിൽ ഹാർമോണിയം തൂക്കിയിട്ട പാറാവുകൾ ഗുരുസ്തുതി പാടി. എല്ലാവരുടെയും അരയിൽ കൃപാണം തൂങ്ങുന്നുണ്ടായിരുന്നു. ചിലരുടെ കൈകളിൽ തോക്കുകളും. ചുവന്ന പട്ടുവിരിച്ച പീഠത്തിൽ ആദി ഗ്രന്ഥ സാഹിബ് ഇരുന്നു. ഗ്രന്ഥികൾ അതിനെ വെഞ്ചാമരം വീശി. ഭക്തന്മാർ അതിൻ്റെ മുന്നിൽ നാണയത്തുട്ടുകളിട്ടു. കൂട്ടുപാചകപ്പുരയിലേക്ക് വേണ്ട ഗോതമ്പ് പൊടി ഗുരുദ്വാരയുടെ ഒരു മൂലയിൽ കുന്നുകൂടുന്നുണ്ടായിരുന്നു. ഹുർദാസ്പൂരിൽ നിന്ന് വന്ന ഒരു അകാലി മാത്രമേ പ്രസംഗിച്ചുള്ളൂ. ഖൽസാപന്ഥിന് ഇന്ന് ചോര വേണം, ഗുരുവിൻ്റെ സ്വന്തം സിഖുകാരുടെ ചോര. ഗുരുവിന് വേണ്ടി ചത്താലും ചാകാതിരിക്കുവാൻ അമൃത ധരിച്ച സിഖുകളെ, ഗുരുവിന് വേണ്ടത് ത്യാഗം. കേട്ടുനിന്നവരുടെ ചോരയിൽ ഗോത്രസ്മൃതി വഹിക്കുന്ന ജീനുകൾ നീന്തി തുടിച്ചു. എല്ലാവരും ഉറക്കെ വിളിച്ചു, സത് ശ്രീ അകാൽ.
പോലീസുകാർ ചുറ്റാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ചിലർ വീടുകളിലേക്ക് മടങ്ങി. ബാക്കിയുള്ളവർ ഗുരുദ്വാരയിലെ ക്യാമ്പിൽ കഴിച്ചുകൂട്ടി. രാത്രിയാണ് ആക്രമണം നടന്നത്. തിരഞ്ഞു പിടിച്ചവർ അമർജിത്തിൻ്റെ ഭർത്താവിനെ കൊന്നു. പിന്നെ മൂത്ത മകനെയും. അമർജിത്തിൻ്റെ കൈ ഒരാൾ കടന്നു പിടിച്ചു. അയാളുടെ കൈത്തണ്ടയിലെ മാംസനാരുകൾ അമർജിത്ത് കടിച്ചു പറിച്ചപ്പോൾ അയാൾക്ക് കൈവിടേണ്ടി വന്നു. ഞാൻ ഇവനെയും വലിച്ചിഴച്ചുകൊണ്ട് ഓടി, അമർജിത്ത് പറഞ്ഞു. ഓടുന്നതിൻ്റെ ഇടയിൽ എൻ്റെ കൈ പിടിച്ച ആളിൻ്റെ മുഖം എനിക്ക് ഓർമ്മ വന്നു. അയാൾ ആരാണെന്ന് പെട്ടെന്ന് എനിക്ക് മനസ്സിലായി. രാംജി. ഇവൻ്റെ അച്ഛന് 4 കൂടിയ വഴിയിൽ ഒരു ഇരുമ്പ് കടയുണ്ട്. ആ കട തട്ടിയെടുക്കുവാൻ കുറേ കാലമായി അടുത്ത കടക്കാരൻ രാംജി നോക്കുന്നുണ്ടായിരുന്നു. ഞാനും ഇവനും ചത്തു കഴിഞ്ഞാൽ ആ കട അയാൾക്ക് സ്വന്തമാക്കാമല്ലോ. ഒരു ദിവസം മുഴുവൻ ഗുരുദ്വാരയിൽ അവർ തങ്ങി. പക്ഷേ രാംജിയും കൂട്ടരും ജീപ്പുകളിലും മോട്ടോർ സൈക്കിളുകളിലും യഥേഷ്ടം ഗുരുദ്വാരയെ പ്രദക്ഷിണം വെച്ചുകൊണ്ടിരുന്നു. പോലീസുകാരെ അവർ വിലക്കെടുത്തിരിക്കണം. ഇരുട്ടായപ്പോൾ അമർജിത്തും കുട്ടിയും ഗുരുദ്വാരയിൽ നിന്ന് ഒളിച്ചോടി. രാത്രിയിൽ മതിലിൻ്റെ വിള്ളലുകൾ ചവിട്ടിക്കയറി അവർ മഠത്തിലെത്തി. സിസ്റ്റർ സിസിലി അടുക്കളയിൽ നിന്നൊരു കോപ്പ് പാൽ കൊണ്ടുവന്നു. സിക്ക് കുട്ടിക്ക് കൊടുത്തു. അവനത് ഒറ്റ വീർപ്പിന് കുടിച്ചു തീർത്തു. ഇവൻ്റെ പേരെന്താ? സിസ്റ്റർ ആഞ്ജലിക്ക ചോദിച്ചു. ജോഗീന്ദർ സിംഗ്. ജഗ്ഗി എന്ന് വിളിക്കും. ഇനിയും പാല് വേണോ? സിസ്റ്റർ കത്രീന ചോദിച്ചു. ജഗ്ഗി ലജ്ജയില്ലാതെ തലയാട്ടി. സിസ്റ്റർ മാർത്ത അടുക്കളയിൽ നിന്ന് പാലും റൊട്ടിയും 1-2 പുഴുങ്ങിയ മുട്ടയും കൊണ്ടുവന്നു. ഞങ്ങൾക്കിവിടെ രക്ഷയില്ല, ഇവിടുന്ന് പോയേ പറ്റൂ, അമർജിത്ത് പറഞ്ഞു. ദില്ലിയിലേക്ക്. അവിടെ ഫത്തേ നഗർ ഗുരുദ്വാരയിലെ ക്യാമ്പിൽ എൻ്റെ ബന്ധുക്കളുണ്ട്. ദില്ലിയിൽ പോകുന്നതുവരെ ഞങ്ങൾ ഇവിടെ താമസിച്ചോട്ടെ. ഈശോ, നീ ഞങ്ങൾക്ക് കരുണ ചെയ്യുവാൻ അവസരങ്ങൾ തരുന്നു. ഞാൻ അമർജിത്തിൻ്റെ കൈ പിടിച്ച് ഒക്ടോബറിൽ മരിച്ച ഫിലോമിനാമ്മയുടെ ഒഴിഞ്ഞ കട്ടിലിലേക്ക് ഇവിടെ കിടന്നോളൂ, ഞാൻ പറഞ്ഞു. താഴെ തറയിൽ ജഗ്ഗിക്കായി കിടക്ക വിരിച്ചു. ഒരു നീളൻ റൊട്ടി ഒറ്റയ്ക്ക് തിന്നതിന് ശേഷം ജഗ്ഗി കിടക്കയിൽ വന്ന് കിടന്നു. സ്വപ്നങ്ങൾ കാണുവാനിടയില്ലാത്ത ഉറക്കത്തിലേക്ക് അവൻ തെന്നി വീണു. പ്രാർത്ഥന കഴിഞ്ഞ് കന്യാസ്ത്രീകളും ഉറങ്ങുവാൻ കിടന്നു. അടുത്ത ദിവസം നവംബർ 5-ന് കന്യാസ്ത്രീകൾ പതിവിലും നേരത്തെ ഉണർന്നു. അവർ ജഗ്ഗി ഉണരുവാൻ വേണ്ടി കാത്തിരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. മറ്റ് കന്യാസ്ത്രീകളിൽ നിന്ന് വ്യത്യസ്തയായ സ്പെയിൻകാരിയായ സിസ്റ്റർ കരുണയിലേക്കാണ് ജഗ്ഗിയുടെ ശ്രദ്ധ ആദ്യമായി തിരിഞ്ഞത്. അവരുടെ ഇളം നീല നിറത്തിലുള്ള കൃഷ്ണമണികൾ അവനെ അത്ഭുതപ്പെടുത്തി. സിസ്റ്റർ കരുണ അവൻ്റെ കൈ പിടിച്ച് പിയാനോയുടെ അടുത്തെത്തി. കറുപ്പും വെളുപ്പും ഇടവിട്ട് കിടന്നിരുന്ന പിയാനോയുടെ കട്ടകളിൽ അവൻ നോക്കി നിന്നു. സിസ്റ്റർ കരുണ പിയാനോയുടെ ഒരു കട്ട അമർത്തി. ഠോ, അവർ പറഞ്ഞു. ജഗ്ഗിയും മടിച്ച് ആ കട്ട അമർത്തി. ഠോ. ആദ്യമായി മഠത്തിലെ അന്തേവാസിനികൾ ജഗ്ഗിയുടെ ശബ്ദം കേട്ടു. രാ മീ ഭ. സിസ്റ്റർ കരുണ കട്ടകൾ അമർത്തിക്കൊണ്ട് ഈണത്തിൽ പറഞ്ഞു. സിസ്റ്റർ ആഞ്ജലിക്ക ചിരിച്ചുകൊണ്ട് ജഗ്ഗിയുടെ അടുത്ത് ചെന്നു. അവൻ്റെ മുടി നെറുകയിൽ വെള്ളത്തൂവാല കൊണ്ട് കെട്ടി വെച്ചിരുന്നത് അവർ പതുക്കെ ഞെക്കി. എന്നിട്ട് എന്നെ നോക്കി പറഞ്ഞു. 8 കാലി മുട്ട പോലെ ഇരിക്കുന്നു അല്ലേ? ജഗ്ഗിയുടെ മുഖം ചുവന്നു. അവൻ ആഞ്ജലിക്കാമ്മയുടെ കൈ തട്ടി മാറ്റി. എന്നിട്ട് മരിശം മാറാതെ അവൻ ആഞ്ജലിക്കാമ്മയെ തള്ളി മാറ്റി. ആ നിമിഷം മുതൽ ജഗ്ഗിയുടെ തലമുടി ഞങ്ങൾക്ക് നിഷിദ്ധമായി. അതിലൊരു വംശത്തിൻ്റെ ചരിത്രബോധം ഇഴപിരിഞ്ഞ് കിടക്കുന്നതായി ഞങ്ങൾ അറിഞ്ഞു. ഞങ്ങൾ അറിഞ്ഞു. അന്ന് സിസ്റ്റർ മാർഗറിറ്റ മരുന്ന് ചോദിച്ചു വാങ്ങി കഴിച്ചു. സിസ്റ്റർ കത്രീന വീൽചെയറിൽ അമർജിത്തിനെയും ജഗ്ഗിയെയും ചുറ്റിപ്പറ്റി നിന്നു. സിസ്റ്റർ കരുണ ജഗ്ഗിക്ക് വേണ്ടി കേക്ക് ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. അമർജിത്തിനെയും കുട്ടികളെയും മഠത്തിൽ താമസിപ്പിക്കുന്നതിന് സമ്മതം വാങ്ങുവാൻ ഞാൻ ബിഷപ്പ് ഹൗസുമായി ബന്ധപ്പെട്ടു. ബിഷപ്പുമായി സംസാരിച്ചിട്ട് തിരിച്ചു വിളിക്കാമെന്ന് തോമസ് അച്ഛൻ പറഞ്ഞു. ബിഷപ്പ് സമ്മതിക്കുമോ ഇല്ലയോ എന്ന് ആലോചിച്ച് തുടങ്ങുന്നതിന് മുമ്പേ ഫോൺ മണിയടിക്കുവാൻ തുടങ്ങി. കർത്താവ് കാണിച്ചു തരുന്ന വഴിയിലൂടെ മുന്നോട്ട് പോകുവാൻ തന്നെയാണ് ബിഷപ്പിൻ്റെ കൽപ്പന, തോമസ് അച്ഛൻ പറഞ്ഞു. കർഫ്യൂ ആയിരുന്നതുകൊണ്ട് മഠത്തിലെ വാതിലുകളും ജനാലകളും ഭയം കൂടാതെ തുറന്നിട്ടിരിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം 96 വയസ്സുള്ള സിസ്റ്റർ മേരി പുറത്തിറങ്ങി. അവരുടെ ഊന്നുവടിയുടെ ഒരറ്റം ജഗ്ഗി പിടിച്ചിരുന്നു. സിസ്റ്റർ മേരിയുടെ തിമിരത്തിനിടയിൽ സൂര്യപ്രകാശം ക്ഷീരപഥം പോലെ അവ്യക്തമായി കിടന്നു. ഈ പൂവിൻ്റെ പേരെന്താ? ജഗ്ഗി ചോദിച്ചു. എങ്ങനെ ഇരിക്കും? ചന്ദ്രനെ പോലെ, വട്ടത്തിൽ വലുതായിട്ട്. നിറം മഞ്ഞ. ദലങ്ങൾ ധാരാളമുണ്ടോ? സിസ്റ്റർ മേരി ചോദിച്ചു. ഉണ്ടെന്നോ? താമരയേക്കാൾ കൂടുതൽ, ചെറിയ വീതിയില്ലാത്ത ദലങ്ങൾ. എങ്കിൽ ഈ പൂവിൻ്റെ പേര് ഡാലിയ. സിസ്റ്റർ മേരിയും ജഗ്ഗിയും അടുത്ത പൂവിലേക്ക് നീങ്ങി. വരാന്തയിൽ നിന്ന് കന്യാസ്ത്രീകൾ അവരെ കൗതുകത്തോടെ നോക്കി. തിരിച്ച് മഠത്തിൽ കയറിയപ്പോൾ സിസ്റ്റർ മേരി എല്ലാവരെയും നോക്കി കിതച്ചുകൊണ്ട് പറഞ്ഞു.
ജഗ്ഗി ആദമായി. എല്ലാ ചരാചരങ്ങൾക്കും അവനിന്ന് പേരിട്ടു. പിറ്റേന്ന് കർഫ്യൂവിന് അയവ് വരുത്തി. തീവണ്ടികൾ ഓടിത്തുടങ്ങി. ഒറീസയിലേക്ക് മടങ്ങുവാനുള്ള സിസ്റ്റർ സിസിലിയെയും അമർജിത്തിനെയും ജഗ്ഗിയെയും ഞങ്ങൾ ഗൂർഖയെയും കൂട്ടി സ്റ്റേഷനിലേക്ക് യാത്രയച്ചു. അവർ പടിയിറങ്ങുമ്പോൾ ആശുപത്രി മുറിയിൽ നിന്ന് സിസ്റ്റർ വിൽഫ്രഡ് ഇറങ്ങി വന്നു. ജഗ്ഗി, ജഗ്ഗി, ഒരു ഉറക്കെ വിളിച്ചു. സിസ്റ്റർ വിൽഫ്രഡ് കന്യാമറിയത്തിൻ്റെ ഒരു കാശ് രൂപവും ജഗ്ഗിയുടെ കയ്യിൽ വെച്ചു കൊടുത്തു. അവൻ അതും വാങ്ങി എല്ലാവരെയും നോക്കി ഒന്നുകൂടി കൈവീശി തിരിഞ്ഞോടി. മഠത്തിൻ്റെ ജീവിതം സാധാരണമായി തുടങ്ങുമ്പോഴേക്കും പുറത്തൊരു പട്ടാള വണ്ടി വന്നു നിന്നു. അതിൽ നിന്ന് ഗൂർഖയും അമർജിത്തും സിസ്റ്റർ സിസിലിയും ജഗ്ഗിയും താഴെയിറങ്ങി. ജഗ്ഗി കണ്ണടച്ചനങ്ങാതെ നിന്നു. സിസ്റ്റർ സിസിലി അവൻ്റെ കൈ പിടിച്ചു നടത്തിച്ചു. മഠത്തിൻ്റെ ഉള്ളിലെത്തിയപ്പോൾ അവൻ എവിടെയോ പോയി മറഞ്ഞു. എന്തുപറ്റി? ഞാൻ ചോദിച്ചു. ഗൂർഖയാണ് കഥ പറഞ്ഞത്. ഞങ്ങൾ കുറച്ചു ദൂരം നടന്നതേയുള്ളൂ. ഒരു ജീപ്പ് ഞങ്ങളുടെ അടുത്ത് വന്നു നിന്നു. അതിൽ നിന്നൊരാൾ മേം സാബിനെ പിടിക്കുവാൻ ചാടിയിറങ്ങി. അപ്പോഴേക്കും ജഗ്ഗി സാബ് അമ്മേ അമ്മേ അവർ എന്ന് ഉറക്കെ കരയുവാൻ തുടങ്ങി. അമ്മയും മോനും കൂടി ഓടാൻ തുടങ്ങി. മണിക്കൂറുകൾ അവർ ഞങ്ങളെ കാത്തു നിൽക്കുകയായിരുന്നു. അമർജിത്ത് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അവൻ ഓടുന്നതിൻ്റെ പുറകെ ഇവരെ ഇടിച്ചിടുവാൻ വേണ്ടി ജീപ്പ് അവർ ഇരമ്പിച്ചു. ഗൂർഖ ഭയം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നുവെങ്കിലും ഇടുങ്ങിയ കണ്ണുകളും കൂട്ടുപുരികവും കൂർത്ത താടിയെല്ലുമുള്ള അയാളുടെ മംഗോളിയൻ മുഖത്തിന് വികാരങ്ങൾ പ്രകടിപ്പിക്കുവാനുള്ള കഴിവ് പരിമിതമായിരുന്നു. അപ്പോഴേക്കും ഭാഗ്യത്തിനൊരു പട്ടാള വണ്ടി വന്നതുകൊണ്ട് ഇവർ രക്ഷപ്പെട്ടു. ഗൂർഖ പറഞ്ഞു. സാരമില്ല, സിസ്റ്റർ കരുണ പറഞ്ഞു. കോണിപ്പടിയുടെ ചുവട്ടിലെ ഇരുട്ടിൽ മിണ്ടാതിരിക്കുന്ന ജഗ്ഗിയെ സിസ്റ്റർ മാർത്ത കണ്ടെത്തി. എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ താമസിച്ചോളൂ, ഞാൻ പറഞ്ഞു. ഇവിടെ യാതൊരു കുഴപ്പവും വരില്ല. സർവശക്തൻ്റെ സമ്മതം കൂടാതെ ഈ പാപ്പി പറഞ്ഞ വാക്കുകൾ അപ്പോൾ തന്നെ പിഴച്ചു. എനിക്കൊരു ഫോൺ വന്നു. CIA ഏജൻറ്റുമാരെ ആ സർദാറിനെയും കൂട്ടരെയും വിട്ടുതന്നില്ലെങ്കിൽ നിങ്ങളുടെ മഠത്തിൽ ബോംബ് വെച്ച് തകർക്കും. വെള്ളം വറ്റിയ തൊണ്ട കൊണ്ട് ഞാൻ ഹലോ ഹലോ എന്ന് പറയുവാൻ ശ്രമിച്ചപ്പോഴേക്കും അയാൾ ഫോൺ താഴെ വെച്ചു. മഠത്തിന് പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയെങ്കിലും അന്ന് രാത്രി മഠത്തിൻ്റെ പിൻവശത്ത് കല്ലേറുണ്ടായി. കോണിപ്പടികൾ തിരിയുന്നിടത്ത് സ്ഥാപിച്ചിട്ടുള്ള ആട്ടിൻകുട്ടിയെ പിടിച്ചു നിൽക്കുന്ന യേശുവിൻ്റെ ചിത്രജാലകത്തിൽ കല്ല് വീണ് ഇടയൻ്റെ നെഞ്ച് തകർന്നു. പിറ്റേന്ന് നവംബർ 7 അതിരാവിലെ ബിഷപ്പ് ഹൗസിൽ നിന്ന് തോമസ് അച്ഛൻ വിളിച്ചു. സെൻറ്റ് മേരീസ് സ്കൂളിൻ്റെ മുമ്പിൽ വെച്ചിരുന്ന ലൂർദ് മാതാവിൻ്റെ പ്രതിമ അവർ തകർത്തു. സർദാറിനെയും കുട്ടിയെയും തിരിച്ചു കിട്ടണമെന്ന് പറഞ്ഞ് അവർ കൂടെ ഫോൺ ചെയ്യുന്നു. ബഹളം നമുക്കെതിരായി തിരിയുമോ? ഞാൻ ചോദിച്ചു. തോമസ് അച്ഛൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കർത്താവ് സിസ്റ്ററിന് തുടർന്ന് വഴി കാണിച്ചു തരുമെന്നാണ് ബിഷപ്പ് പറഞ്ഞത്. ഞാൻ പ്രാർത്ഥനാമുറിയിൽ കയറി മുട്ടുകുത്തി നിന്നു. ഗബ്രിയേൽ മാലാഖി, എനിക്കൊരു സന്ദേശം തരൂ. എനിക്കായി നിൻ്റെ വശം ദൈവത്തിൻ്റെ ദൂതൊന്നുമില്ലേ? അഭയാർത്ഥികളെപ്പോലെ നിരനിരയായ നിഴലുകൾ എൻ്റെ മനസ്സിൻ്റെ അതിർത്തിയിലൂടെ നീങ്ങുന്നതല്ലാതെ എനിക്ക് മറ്റൊന്നും തോന്നുന്നില്ല. മനസ്സ് വിജനമായി തന്നെ കിടന്നു. ഞാൻ കരയുവാൻ തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് അഭൗമമായ ശാന്തി തോന്നി. അപ്പോഴേക്കും മഠത്തിലെ അന്തേവാസികളും അമർജിത്തും പ്രാർത്ഥനാമുറിയിലെത്തിയിരുന്നു. ഞാൻ ആംബുലൻസിൻ്റെ ഡ്രൈവർ ജോർജിനോട് ഒരു ശവപ്പെട്ടിയുമായി വരാൻ പറഞ്ഞു. കർത്താവ് ഈ പാപിക്ക് കാണിച്ചു തന്ന വഴി ഇതാണ്. ഞാൻ മഠത്തിലെ അന്തേവാസിനികളെ നോക്കി പറഞ്ഞു. അമർജിത്ത് ഒരു കന്യാസ്ത്രീയുടെ വേഷം ധരിക്കും. ജഗ്ഗി ആംബുലൻസിൻ്റെ അകത്തെ ശവപ്പെട്ടിയിൽ കയറി കിടക്കും. നമ്മളിൽ ചിലർ അതിനു ചുറ്റും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കും. സെമിത്തേരിയുടെ കിഴക്കേ ഗേറ്റിലൂടെ ആംബുലൻസ് കയറ്റി ആളുകൾ ശ്രദ്ധിക്കാത്തക്കത്തിൽ പടിഞ്ഞാറേ ഗേറ്റിലേക്ക് പുറത്തേക്ക് ഓടിച്ച് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള പള്ളിയിൽ നമ്മളെത്തും. അവിടെ നിന്ന് സ്റ്റേഷനിലേക്ക് പോകുവാൻ പ്രയാസമുണ്ടാവില്ല. സിസ്റ്റർ സിസിലി ജഗ്ഗിയെ കൂട്ടിക്കൊണ്ടുവന്നു. സിസ്റ്റർ ആൻഡ്രിയയ്ക്ക് അവൻ്റെ കൈകൾ മുറുകെ പിടിച്ചു. സിസ്റ്റർ മാർത്ത നിലത്തിരുന്ന് അവൻ്റെ കാലുകൾ വരിച്ചു പിടിച്ചു. എന്നിട്ട് ജഗ്ഗി ഒരു മൃഗത്തെപ്പോലെ കുതർന്നുണ്ടായിരുന്നു. സിസ്റ്റർ മേരി ഊന്നുവടിയുടെ വളഞ്ഞ അറ്റം കൊണ്ട് അവൻ്റെ മുട്ടിൽ കുരുക്കിട്ടു. സിസ്റ്റർ മാർഗരറ്റ് അവൻ്റെ കണ്ണുകൾ പൊത്തി. അവൻ ഉറക്കെ കരയുവാൻ തുടങ്ങിയപ്പോൾ സിസ്റ്റർ കരുണ അവൻ്റെ വായ മൂടി. അമർജിത്ത് അവൻ്റെ തലയിലെ വെള്ളത്തൂവാഴ അലിച്ചു. ഞാൻ നെറുകയിൽ കെട്ടിവെച്ചിരുന്ന അവൻ്റെ മുടി അഴിച്ചു. അത് തോളറ്റം വീണ് കിടന്നു. വെള്ളം തളിച്ച് ഞാൻ തന്നെ മുടി ഈറനാക്കി. എന്നിട്ട് വലിയ കത്രിക കൊണ്ട് മുടി മുറിക്കുവാൻ തുടങ്ങി. മുടിയുടെ ഇഴകൾ ഓരോന്നായി മഠത്തിലെ തളത്തിൽ വീഴുമ്പോൾ ജഗ്ഗി കൂടുതൽ നഗ്നനായി. വാഹ് ഗുരുവാഹ്, അമർജിത്ത് തേങ്ങിക്കൊണ്ട് പറഞ്ഞു. ജഗ്ഗിയുടെ നിസ്സഹായത വളർന്നു. അവൻ കരയുന്നത് തന്നെ നിർത്തി. സിസ്റ്റർ കരുണ അവൻ്റെ വായിൽ നിന്ന് കൈ പിൻവലിച്ചു. ജോ ബോലോ സോ നിഹാൽ, അമർജിത്ത് ചൊല്ലിക്കൊടുത്തു. സത് ശ്രീ അകാൽ, ജഗ്ഗി യാന്ത്രികമായി മറുപടി പറഞ്ഞു. അപ്പോഴേക്കും അവൻ്റെ തല
പറ്റെ കുറ്റിമുടിയായി തീർന്നിരുന്നു. മുടി വെട്ടിക്കഴിഞ്ഞപ്പോഴാണ് വർഷങ്ങളോളം വെയിലേൽക്കാത്ത അവൻ്റെ തലക്കെട്ടിൻ്റെ അടിയിലെ തൊലി തലക്കെട്ടിൻ്റെ അതേ രൂപത്തിൽ നിറവ്യത്യാസത്തോടെ കിടക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചത്. ഇത് തീർച്ചയായും അവനെ ഒറ്റിക്കൊടുക്കും. കടുകെണ്ണയിൽ അല്പം കരി ചാലിച്ച് ഞാൻ അവൻ്റെ ചെവിയിലും നെറ്റിയിലും പുരട്ടി. ജഗ്ഗിയുടെ മുഖത്തിൻ്റെ നിറം ഒരുപോലെയാക്കി. അപ്പോഴേക്ക് ആംബുലൻസ് എത്തിക്കഴിഞ്ഞിരുന്നു. അതിൻ്റെ ഉള്ളിലെ ശവപ്പെട്ടിയിൽ ജഗ്ഗി കിടന്നു. വായു കയറത്തക്ക രീതിയിൽ പെട്ടി അടച്ചു. കന്യാസ്ത്രീയുടെ വേഷത്തിൽ അമർജിത്തും ഒറീസിലേക്ക് തിരിച്ചു പോകുന്ന സിസ്റ്റർ സിസിലിയും സിസ്റ്റർ ആഞ്ചലിക്കയും സിസ്റ്റർ കരുണയും സിസ്റ്റർ മാർത്തയും ഞാനും ശവപ്പെട്ടി മറച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. തുടക്കത്തിൽ യാത്ര ശാന്തമായിരുന്നു. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ മോട്ടോർ സൈക്കിളുകൾ ഇരമ്പി വന്നു. അവർ ഡ്രൈവർ ജോർജിന് സമാന്തരമായി വണ്ടിയോടിച്ച് ആംബുലൻസ് നിർത്തുവാൻ പറഞ്ഞു. ജോർജ് വണ്ടി കൂടുതൽ വേഗത്തിൽ ഓടിക്കുവാൻ തുടങ്ങി. മോട്ടോർ സൈക്കിളുകളുടെ ഗിയർ പെട്ടെന്ന് മാറുന്ന ഇരുമ്പ് ശബ്ദങ്ങൾ. സിസ്റ്റർ കരുണ തൻ്റെ നീണ്ട കൈ ജോർജിൻ്റെ ചുമലിൽ വെച്ച് വണ്ടി നിർത്തുവാൻ പറഞ്ഞു. അവർ ആംബുലൻസിൻ്റെ പിൻകതക് തുറന്ന് പുറത്തെ കാൽപ്പടിയിൽ നിന്നു. അവരുടെ ശിരോവസ്ത്രത്തിൽ തണുത്ത കാറ്റ് പിടിച്ച് അഴിച്ചിട്ട മുടി പോലെ പരന്നു. മീററ്റിൻ്റെ ഭൂമിശാസ്ത്രത്തിനിണങ്ങാത്ത അവരുടെ നീല കണ്ണുകളും അവയിലെ കറുത്ത സൂചിമുന പോലുള്ള കാജബിന്ദുക്കളും മോട്ടോർ സൈക്കിളുകാരെ അത്ഭുതപ്പെടുത്തി. ധൂപക്കുറ്റി പിടിച്ച കൈ ഉയർത്തിക്കൊണ്ട് സിസ്റ്റർ കരുണ ഹിന്ദിയിൽ ചോദിച്ചു, സാത്താന്മാരെ, മരിച്ചവരെയും നിങ്ങൾ വെറുതെ വിടില്ലേ? സിസ്റ്റർ ആഞ്ചലിക്കയും ഞാനും മലയാളത്തിൽ പാടിയിരുന്ന പ്രാർത്ഥനയുടെ ശബ്ദം ഒന്ന് കൂട്ടി. ഒന്ന് മടിച്ചു നിന്നിട്ട് മോട്ടോർ സൈക്കിളുകാർ തിരിച്ചുപോയി. സെമിത്തേരി കയറി ഇറങ്ങി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള പള്ളി വരെയുള്ള യാത്ര സംഭവരഹിതമായിരുന്നു. വണ്ടി നിന്നപ്പോൾ ഞാനും അമർജിത്തും കൂടെ ശവപ്പെട്ടിയുടെ മൂടി തുറന്നു. എഴുന്നേൽക്കൂ ജഗ്ഗി, അമർജിത്ത് പറഞ്ഞു. പ്യൂപ്പ കീറി പൂമ്പാറ്റ ഉണരുന്നത് പോലെ അവൻ എഴുന്നേറ്റു. ഗോത്രത്തുടർച്ച തകർന്നതിൻ്റെ ദുഃഖത്തിൽ ജഗ്ഗി തലയിൽ കൈയോടിച്ചു. ഞാൻ മുറിച്ചു കളഞ്ഞ മുടി അവന് ഗർഭപാത്രത്തിൽ കുരുത്തതാണെന്ന അറിവ് എന്നെ വീർപ്പ് മുട്ടിക്കുവാൻ തുടങ്ങി. ഗോത്രത്തകർച്ച തുടർന്നതിൻ്റെ ദുഃഖത്തിൽ ജഗ്ഗി തലയിൽ കൈയോടിച്ചു. ഞാൻ മുറിച്ചു കളഞ്ഞ മുടി അവന് ഗർഭപാത്രത്തിൽ കുരുത്തതാണെന്ന അറിവ് എന്നെ വീർപ്പ് മുട്ടിക്കാൻ തുടങ്ങി. തീവണ്ടിയിലെ സ്ത്രീകളുടെ കമ്പാർട്ട്മെൻറ്റിൽ അമർജിത്തും സിസ്റ്റർ സിസിലിയും ജഗ്ഗിയും കയറി. ജഗ്ഗി തീവണ്ടിയിലെ കമ്പിജനാലയിൽ മുഖമമർത്തി നിന്നു. അവനറിയാതെ അവൻ്റെ കൈ വീണ്ടും തലയിലേക്ക് നീണ്ടു. പിറ്റേന്ന് കലാപം ഏതാണ്ട് തീർന്ന മട്ടായിരുന്നു. പകൽ കർഫ്യൂ ഉണ്ടായിരുന്നില്ല. സിസ്റ്റർ മേരി കിടക്കയിൽ നിന്ന് എഴുന്നേറ്റില്ല. സിസ്റ്റർ കത്രീന വീൽചെയർ എല്ലാവരിൽ നിന്നും അകലേക്ക് ഉരുട്ടി നീക്കി. സിസ്റ്റർ മാർഗരറ്റിന് മരുന്ന് കഴിക്കുവാൻ വിസമ്മതിച്ചു. സിസ്റ്റർ ആഞ്ചലിക്ക പഴയ കാര്യങ്ങൾ പറയുവാൻ ശ്രമിച്ചു. സിസ്റ്റർ ഡേവിസ് പിറുപിറുത്തുകൊണ്ട് കിടന്നു. സിസ്റ്റർ കരുണ പിയാനോയുടെ മുന്നിൽ ഒന്നും ചെയ്യാതെയിരുന്നു. സിസ്റ്റർ മാർത്ത ദിവസം മുഴുവൻ പ്രാർത്ഥിച്ചു. സിസ്റ്റർ വിൽഫ്രഡ് ആശുപത്രി മുറിയിലേക്ക് മടങ്ങി. ഞാനാകട്ടെ നവംബറിൽ നടക്കാനിരിക്കുന്ന മരണങ്ങൾ നിശ്ചല വൈദ്യുതി പോലെ അന്തരീക്ഷത്തിൽ കട്ട പിടിച്ച് കിടക്കുന്നതിൻ്റെ അനുഭവമായി പ്രാർത്ഥനാമുറിയിൽ കയറി വാതിലടച്ചു. അത്രയേ ഉള്ളൂ. അതാണ് വൻമരങ്ങൾ വീഴുമ്പോഴെന്ന് പറയുന്ന കഥ. കന്യാസ്ത്രീമാരുടെ ഏകാന്തത, അവരുടെ ഒറ്റപ്പെടൽ, അവരുടെ നിസ്സഹായത, നിരാലംബത, മാതൃത്വം ഒക്കെ ഈ കഥയിൽ ചിത്രീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ അസ്തിത്വം അതൊക്കെ ചിത്രീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജഗ്ഗിയുടെ തലമുടി മുറിച്ചു വീഴുമ്പോൾ അത് ഗോത്രത്തുടർച്ച തകർന്നതിൻ്റെ ദുഃഖമാണ് അവൻ അനുഭവിക്കുന്നതെന്ന് പറയുന്ന ആ മതചിഹ്നങ്ങളുടെ സ്വാധീനത്തെയും കഥ സൂചിപ്പിക്കുന്നുണ്ട്. കലാപം എത്ര ഭയാനകമാണ് എന്ന ചിത്രവും നമുക്ക് ഈ കഥ തരുന്നുണ്ട്. അടുത്ത കഥ കാർമനാണ്. ഈ പുസ്തകത്തിലെ ഏറ്റവും വലിയ കഥ. അത് 2 വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളതാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ശരി.